മിഠായി തെരുവിൽ ഓരോ കടയിലും MLA പ്രദീപ് കുമാർ എത്തിയപ്പോൾ ഇനിയും തെരഞ്ഞെടുപ്പോ എന്നായിരുന്നു ആളുകളുടെ ചിന്ത. പിന്നെ ലക്ഷ്യം മനസ്സിലായപ്പോൾ തന്നാലാകുന്ന സഹായം. മലാപ്പറമ്പ് സ്കൂളിന്റെ പുനർനിർമ്മാണത്തിന് 20 ലക്ഷം രൂപയെങ്കിലും വേണം. സംഘടനകളും വ്യക്തികളും നൽകിയ സംഭാവന കൊണ്ട് മാത്രം നിർമ്മാണം പൂർത്തിയാക്കാനാകില്ല. ഈ സാഹചര്യത്തിലാണ് MLAയും സ്കൂൾ സംരക്ഷണ സമിതിയും കടകളിൽ പിരിവിനിറങ്ങിയത്. അത് പുനർനിർമ്മിക്കണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പണമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ MLA ഫണ്ട് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ചേനെ. MLA ഫണ്ട് ഉപയോഗിച്ച് ഈ എക്യുപ്മെൻറ്റ്സ് കൊടുക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് ലാബും മാത്തമാറ്റിക്സ് ലാബും കമ്പ്യൂട്ടർ ലാബും എല്ലാം അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. MLA ഫണ്ട് 5 ലക്ഷത്തോളം വെച്ചു. കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളെ ഫണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് വരെ ഇത് കെട്ടാൻ ഇതുപോലെ ജനങ്ങളുടെ സഹായത്തോടുകൂടെ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഫണ്ടിന് വേണ്ടി നേരത്തെ കോൾ ചെയ്തിരുന്നു, സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എല്ലാവരും സഹായം തരാൻ സന്നദ്ധമായിട്ടുണ്ട്. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ജൂൺ 1 മുമ്പ് കെട്ടിട നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ പിന്നെ സ്കൂൾ ഒരിക്കലും തുറക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണത്തിനായി ഓടി നടക്കുകയാണ് സ്കൂൾ സംരക്ഷണ സമിതി. ക്യാമറ പേഴ്സൺ അനൂപ് സിപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.